കേരളത്തിൽ BJP RSS സംഘടനകളിൽ നിന്ന് വരുന്ന വാർത്തകൾ അത് അതീവ വേദനാജനകമാണ്, ഗുരുതരമാണ്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ആത്മഹത്യകൾ, ഇപ്പോൾ തിരുമന അനിൽ ആത്മഹത്യ ചെയ്തു, മുൻ കൗൺസിലറായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു സഹകരണ സ്ഥാപനത്തിനകത്ത് BJPക്കാർ എടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ കടക്കണിയിലായി ഞാൻ ആത്മഹത്യ ചെയ്തു, എൻ്റെ മരണത്തിലേക്ക് തള്ളിവിട്ടത് BJP ആണ് എന്ന് പറയുന്നു. മറ്റൊരാൾ അതിനേക്കാൾ ഭീകരമായി തന്നെ പീഡിപ്പിച്ചതിൻ്റെ കഥകൾ, RSSനകത്ത് തന്നെ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ കഥകൾ പറയുന്നു. മൂന്നാമത്തെ ആത്മഹത്യയിൽ ഇന്നലെ പറഞ്ഞത് എൻ്റെ പാർട്ടി മണ്ണു മാഫിയകൾക്ക് കീഴടങ്ങി കഴിഞ്ഞു. മണ്ണ് മാഫിയകളാണ് ഇന്ന് BJPയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ എനിക്ക് കടുത്ത സമ്മർദ്ദം, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മാറി മറ്റൊരു തലത്തിൽ സ്വതന്ത്രമായി മത്സരിക്കുമ്പോൾ അതിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ടാവേണ്ട യാതൊരു സാഹചര്യവുമില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം മാഫിയകൾ ഏറ്റെടുക്കുന്ന സമയത്ത് ആ ആൾ ചില കാര്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ പാർട്ടി നേതൃത്വം വഹിക്കുന്നത് ഇന്ന് മാഫിയകളാണ് എന്ന് പറയുന്ന സമയത്ത് അയാളെ സമ്മർദ്ദത്തിലാക്കി ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തലത്തിൽ ഈ പാർട്ടി മാറിപ്പോയിരിക്കുന്നു. അങ്ങനെയൊരു RSSനെ അല്ലായിരുന്നു നമ്മൾ കേട്ടതും, അല്ലെങ്കിൽ അവർ പ്രചരണം നടത്തിയ ഒരു RSSും വ്യത്യസ്തമായിരുന്നു. ഒന്ന്, സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടൊന്നും RSSന്റെ ചർച്ചകളൊന്നും നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല. പക്ഷെ ഇന്ന് മാഫിയ വൽക്കരണം ആ സംഘടനയ്ക്കകത്ത് നടന്നു കഴിഞ്ഞു. അതിന് പറയുന്ന ന്യായീകരണം, അയാൾ ഒരു കാലത്തും BJPക്കാരനായിരുന്നില്ല, അദ്ദേഹത്തിന് അയാൾക്ക് BJPയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അയാളെ ഞങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിച്ചിട്ട് പോലുമില്ല എന്ന ലാഘവമായ മറുപടിയാണ് പറയുന്നത്. മറുഭാഗത്ത് അയാളും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളും അദ്ദേഹത്തിന്റെ ചരിത്രവും പറയുന്നത് ദീർഘകാലമായി MG കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ മുതൽ നാട്ടിലെ RSS പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി നിൽക്കുന്ന ആളായിരുന്നു എന്നാണ്. BJP എന്തുകൊണ്ടാണ് ലാഘവത്തോടു കൂടി ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാത്തത്? ഞാൻ എൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് വിട്ടു. അപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അറിയാം നമുക്കതിൻ്റെ ലാഘവം. അത് ഒരു BJPക്കകത്തുള്ള BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണോ എന്ന് പോലും സംശയമുണ്ടാക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും BJPയുടെ ഇന്നത്തെ ഈ ഒരു സാഹചര്യം, ഒന്ന് BJP അല്ലെങ്കിൽ RSS ഇന്ന് അകപ്പെട്ടിരിക്കുന്ന മാഫിയ വൽക്കരണം, രണ്ടാമത്തത് ഇതിനകത്ത് തന്നെ ഒരു സംഘടനയ്ക്കകത്ത് രക്ഷയില്ലാത്ത, അവരാണ് നാട് രക്ഷിക്കാൻ പോകുന്നത്, സംഘടനയുടെ പ്രധാനപ്പെട്ട ആളുകൾക്ക് പോലും ജീവന് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത, അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തലത്തിലേക്ക് ഈ പാർട്ടി മാറിപ്പോയിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളിലാണെങ്കിൽ ഇപ്പോൾ വലിയ മാർച്ചും ബഹളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ആരും ഒരക്ഷരം മിണ്ടുന്നില്ല. തിരുമന അനിലിന്റെ മരണത്തിന് ശേഷവും BJPക്കാർ ഒരക്ഷരം മിണ്ടിയതായിട്ട് അറിയില്ല. ഇന്നൊരാൾ ഒരല്പം കൂടി കടത്തിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ആത്മഹത്യ ചെയ്ത ആനന്ദ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ശവശരീരം ഒരു RSSകാരനെയും ഒരു BJPക്കാരനെയും കാണിക്കാൻ പോലും പാടില്ല, കാണിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമാനമായിട്ട് തന്നെയാണ് അന്നത്തെ BJPയിലും RSSലും എന്തോ മാഫിയാവൽക്കരണം പുതുതായി ആരംഭിക്കുന്നു എന്നാണ്. അങ്ങനെ മാഫിയാവൽക്കരണം വരുന്നുണ്ടെങ്കിൽ ഈ മാഫിയകൾ ഒരിക്കലും ഭരണകൂടത്തിന്റെ പിന്തുണ ഇല്ലാതെ ഉണ്ടാവില്ലല്ലോ. പോലീസിന്റെ പിന്തുണ ഉറപ്പായിട്ടും അവർക്ക് ഉണ്ടാവണം മാഫിയ ഉണ്ടാവണമെങ്കിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതുവരെ RSSൽ ഇല്ലാത്തൊരു മാഫിയാവൽക്കരണം, BJP ഇല്ലാത്ത മാഫിയാവൽക്കരണം ഇപ്പോൾ ഉണ്ടാവാൻ കാരണം എന്തായിരിക്കും? അല്ല, അത് കുറച്ചു കാലമായി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിനകത്തുണ്ടായ ഒരു മാറ്റം. അവിടെ BJPയും CPM തമ്മിൽ നേർക്കുനേരെ ഏറ്റുമുട്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞൊരു 5-10 വർഷമായി നമ്മുടെ ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയ്ക്ക് ശേഷം ഉണ്ടായിട്ടില്ല. പിന്നീട് അവർക്ക് എതിരാളികളില്ല. സ്വാഭാവികമായി ഇപ്പോൾ അവരുടെ കണ്ണൂർ ജില്ലയിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ കാണാം, നേരത്തെ രാഷ്ട്രീയ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പല ആളുകളും ഇന്ന് ഒന്നുകിൽ കൊട്ടേഷൻ, ഒന്നുകിൽ സ്വർണം പൊട്ടിക്കൽ, അല്ലെങ്കിൽ ബാറുകളുടെ കൊട്ടേഷൻ, അങ്ങനെ തുടങ്ങി കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവർ മറ്റ് ക്രിമിനൽ മേഖലകളിലേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന ആളുകൾ ഈ മാഫിയകളെ ഒറ്റയടിക്ക് അംഗീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരത്തെ മണ്ണ് മാഫിയയാണ് ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോൾ മണ്ണ് മാഫിയയ്ക്ക് ഇപ്പം മണ്ണ് വയൽ നികത്താനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യത്തിനോ അനധികൃതമായി മണ്ണെടുക്കുന്നുണ്ട് എങ്കിൽ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് റവന്യൂ വകുപ്പാണ്. സംരക്ഷണം കൊടുക്കേണ്ടത്, അവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് പോലീസാണ്. ഇവരൊന്നും പ്രശ്നമല്ല. ഞങ്ങൾക്ക് ഈ ഭരണത്തിനകത്ത് സ്വാധീനമുണ്ട്. അത് പല വഴിക്ക് നമ്മൾക്ക് നേരത്തെ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. അത് തിരുവനന്തപുരത്തെ പോലെ തലസ്ഥാന ജില്ലയ്ക്കകത്ത് മാഫിയകൾക്ക് പ്രവർത്തിക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭരണത്തിന്റെ അകത്തേക്ക് ഇവർ കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് സുവ്യക്തമാണ്. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, നമ്മൾക്കറിയാം, വളരെ എണ്ണത്തിൽ കുറവുള്ള കേരളത്തിൽ
ഭരണമില്ലാത്ത, MLA ഇല്ലാത്ത, ഒരു മറ്റേതെങ്കിലും രീതിയിൽ ഭരണബന്ധമില്ലാത്ത ഒരു പാർട്ടിക്കകത്ത് ഇതുപോലെ മാഫിയാവൽക്കരണം ഉണ്ടായിട്ടുണ്ട് എന്ന് അവരുടെ പ്രവർത്തകർ തന്നെ പറയുന്ന സമയത്താണ് നമുക്ക് വാർത്ത കണ്ടത്. ഇന്നത്തെ ഒരു പത്രത്തിലെ വാർത്ത നമുക്കൊക്കെ അത്ഭുതപ്പെടുന്നു. ഒരു ഭാഗത്തുള്ള വാർത്ത, പീഡനം, BJP നേതാവിന് ജീവിതാന്ത്യം വരെ തടവ്. തൊട്ടടുത്ത വാർത്ത, RSS നേതാവ് ആത്മഹത്യ ചെയ്തു. ഒരേ പേജിനകത്ത് ഒരു പീഡന കേസിനകത്ത്, ഒരു കുട്ടിയെ പീഡിപ്പിച്ച കേസിനകത്ത് BJP നേതാവ് പ്രതിയാവുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത, പണ്ട് ശരിയോ തെറ്റോ എന്നറിയില്ല, RSSനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്ന കാര്യം. അവർ ജീവിതം RSSന് വേണ്ടി മാറ്റിവെച്ചു. വിവാഹം പോലും കഴിക്കാത്ത സ്വയം സേവകരായിക്കൊണ്ട് ഇതിന് സമർപ്പിച്ച് ഫുൾ ടൈമേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ വർഷങ്ങളോളം മറ്റു പ്രദേശങ്ങളിൽ പോയി സംഘമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, പലരെയും നമ്മൾ പരിചയപ്പെട്ടിട്ടുമുണ്ട്. അവര് പലപ്പോഴും അവർ ജീവിതത്തിൽ മറ്റ് ബന്ധങ്ങളിൽ നിന്നും ഒക്കെ മാറി നിന്നുകൊണ്ട് ഈ സംഘപ്രവർത്തനം മാത്രമായിരുന്നു. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഇന്ന് ഇങ്ങനെ മാഫിയ വൽക്കരണത്തിലേക്കും അതിനകത്ത് പീഡനത്തിലേക്കും, ഒരു നൂറുകണക്കിന് സഹകരണ സ്ഥാപനങ്ങൾ എടുത്ത് വളരെ വിരലിലുണ്ടാവുന്ന സഹകരണ സ്ഥാപനങ്ങൾ മാത്രമാണ് BJPയുടെ നേതൃത്വത്തിലുള്ളത്. അങ്ങനെ ഒരു അല്പം പൈസ അവരുടെ കയ്യിലേക്ക് വരുമ്പോഴും, അല്ലെങ്കിൽ ഒരു അല്പം അധികാരം വരുമ്പോഴേക്കും ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മൾ സങ്കല്പിച്ചു നോക്കുക എന്തായിരിക്കും BJPയുടെ മറ്റു തലത്തിലുള്ള അവസ്ഥ. മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിന്റെ ഇതേപോലെ തന്നെ, അതായത് ഈ ക്രിമിനൽ മാഫിയ വൽക്കരണത്തിന്റെ അവകാശം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് BJPയുമാണ്.